Hi all, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ടെക്സ്റ്റ് ബിഹൈൻഡ് ദ ഒബ്ജക്റ്റ്, അതായത് ഒരു ഇമേജിൽ ടെക്സ്റ്റ് എങ്ങനെ ബിഹൈൻഡ് ദ ഒബ്ജക്റ്റ് ആയിട്ട് വെക്കാമെന്നൊരു വീഡിയോ. അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ വേർഷനിൽ, അതായത് വീഡിയോസിൽ എങ്ങനെ ടെക്സ്റ്റ് ബിഹൈൻഡ് ആക്കി വെക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കൈൻമാസ്റ്ററിലാണ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വെച്ചിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ വീഡിയോ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ട് ലെയറിൽ പോയതിനു ശേഷം ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏത് ടെക്സ്റ്റാണോ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ബിഹൈൻഡ് ആയിട്ട് വരേണ്ടത് ആ ടെക്സ്റ്റ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടെക്സ്റ്റ് എന്ന് മാത്രമേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഏത് ടെക്സ്റ്റാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത ശേഷം ഫോണ്ട് സ്റ്റൈൽ ഒരു ബോൾഡ് ഫോണ്ട് സ്റ്റൈലായിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എടുത്ത് നിൽക്കുന്ന രീതിക്ക് കാണുന്ന ഒരു ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തത്തിൽ ആ വീഡിയോയിൽ മൊത്തത്തിൽ ടെക്സ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ലെയറിൽ പോയതിനു ശേഷം ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ഒരു പെൻസിൽ ടൂൾ വേണം. ആ പെൻസിൽ ടൂളും ഗ്രീൻ കളറും സെലക്ട് ചെയ്യുക. എന്നിട്ട് പെൻസിലിൻ്റെ ടൂളിൻ്റെ സൈസ്, അവിടെ ഒരു ഡോട്ട് വേണം, അതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ടെക്സ്റ്റ് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ ഗ്രീൻ കളർ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളെ ഒബ്ജക്റ്റിന്, അതായത് ഇപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ മരമാണ്. അപ്പോൾ ആ മരത്തിൻ്റെ പുറകു വശത്തേക്ക് ആ ഗ്രീൻ കളർ പോവാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ഏകദേശം കവറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത് ഈ ഗ്രീൻ കളറിനെ ആനിമേറ്റ് ചെയ്തെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ മൊത്തത്തിൽ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അവിടെ ഗ്രീൻ കളർ സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു ആനിമേഷൻ എന്ന് പറഞ്ഞൊരു കീ കാണും. അതായത് സൈഡിൽ ആനിമേഷൻ എന്ന് പറഞ്ഞൊരു കീ കാണും. ഇതായി മാർക്ക് ചെയ്തിട്ടാണ് ആനിമേഷൻ കീ. അപ്പോൾ ഈ ആനിമേഷൻ കീ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളടിയിൽ ലെയേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുക, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മളെ ഗ്രീൻ സ്ക്രീൻ, അതായത് ഗ്രീൻ കളറ് മരത്തുമ്പോൾ തന്നെ നിൽക്കേണ്ട രീതിക്ക് ഇങ്ങനെ ബാക്കോട്ട് ഓരോ മൂവിലും അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ സെക്കൻഡ് മൂവ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് തന്നെ കൊണ്ടുവരിക. അപ്പോൾ ആനിമേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ ആദ്യം മുതലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്ത് വെച്ച ആ വീഡിയോ സൈഡിൽ ഡിലീറ്റ് ബട്ടൺ നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇനി ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് കൈൻവാസിൽ ഓൾറെഡി ഉണ്ടാകുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കളറ് ഗ്രീൻ കളർ, അതായത് നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ കളറിൻ്റെ ഗ്രീൻ കളർ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ഉദ്ദേശിച്ച പോലെ തന്നെ വീഡിയോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പുതിയ പ്രൊജക്റ്റാണ് വേണ്ടത്. പുതിയ ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്ത് വെച്ച അതേ വീഡിയോ, നമ്മൾ ചെയ്യാനെടുത്ത അതേ വീഡിയോ ഒരു വട്ടം കൂടി ഇമ്പോർട്ട് ചെയ്യാം. ആ വീഡിയോ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എക്സ്പോർട്ട് ചെയ്ത് വെച്ച ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ലെയറായിട്ട് ഇമ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ അത് ലെയറായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ഒന്ന് ഫുള്ളായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡിലെ ടൂൾസ് വരുന്നിടത്ത് ക്രോം കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ക്രോം കീ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട് കാണാം. ഓക്കെ, ഔട്ട്പുട്ട് കാണുന്നതിന് മുമ്പായിട്ട് നമുക്കിതിനൊരു സിനിമാറ്റിക് ബാർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സിനിമാറ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബാർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ലെയർ സെലക്ട് ചെയ്തതിനു ശേഷം
ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് സിനിമാറ്റിക് ബാർസ് അവിടെ കാണാൻ പറ്റും. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.